ഇന്ന് ഡേ 28 ആണ്. ഇവിടെ കലൂര് സ്റ്റേഡിയത്തിലാണ്. ഇവിടെ നമുക്ക് പുള്ളപ്സ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ പുള്ളപ്സ് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഫസ്റ്റ് സെറ്റ് പുള്ളപ്സ് നമ്മളവിടെ ചെയ്യുവാണ്. ജമ്പ് ചെയ്തപ്പോഴാണ് ഇത് നല്ല ആട്ടം. ഞാനൊന്ന് പേടിച്ചു പോയി. ഇതിനകത്ത് പുള്ളപ്പിന് വേണ്ടി ഉള്ളത് തന്നെയാണോ എന്നൊന്ന് പേടിച്ചു പോയി. ബട്ട് കുഴപ്പമില്ലാന്ന് മനസ്സിലായി. പുള്ളപ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ എല്ലാ തവണയും കണക്ക് ഇച്ചിരി സ്പീഡാണ് ഓടിച്ചു വിടുന്നത്. ബട്ട് ഇന്ന് നമുക്ക് ലാസ്റ്റ് സെറ്റ് പുള്ളപ്സിൽ നമുക്ക് സ്പീഡല്ല നോർമലി കാണിക്കാം. എല്ലാത്തിലും ഒന്ന് കൗണ്ട് കണക്കൂട്ടിയാൽ നിങ്ങൾക്ക് തന്നെ കാണാം. നമ്മൾ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പുള്ളപ്സിന് തന്നെ ഉള്ളതാണോ എന്ന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ആട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ സെക്കൻഡ് സെറ്റ് സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കൗണ്ട് ചെയ്താൽ കാണാൻ പറ്റും എത്ര എണ്ണം വെച്ചാൽ ചെയ്യുന്നതെന്ന്. മിക്കപ്പോഴും 20ക്ക് മേളിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണ്ടേ, നമ്മൾ ഒരേ ഫ്ലോയിൽ തന്നെ ചെയ്തിട്ട് കാര്യമില്ല. ഓരോ റിസൾട്ടിന് വേണ്ടി നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സെക്കൻഡ് സെറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തു. തേർഡ് സെറ്റാണ്. കൈയൊക്കെ അത്യാവശ്യം റിലാക്സ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. തേർഡ് സെറ്റ് പുള്ളപ്സ് നമ്മൾ ചെയ്തു. കലൂർ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിലാണ് ചെയ്യുന്നത്. ബട്ട് കുറച്ച് പേരൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ തേർഡ് സെറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി 4, 5 2 more സെറ്റ് കൂടെ ഉണ്ട്. അങ്ങനെ ഫോർത്ത് സെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് അല്ലാത്ത സ്ഥലങ്ങളിലും ചെയ്യാം. ബട്ട് ഞാനിന്ന് കുറച്ച് വർക്ക് പരമായിട്ട് പുറത്തായിരുന്നു. അങ്ങനെ അതിന് ശേഷം കലൂർ വന്നപ്പം അവിടെ തന്നെ ചെയ്യാമെന്ന് കരുതി. അങ്ങനെയാണ് നമ്മളിവിടെ നമ്മുടെ ലാസ്റ്റ് സെറ്റ് പുള്ളപ്സ് ആണേ കലൂർ തന്നെ കംപ്ലീറ്റ് ചെയ്ത്. എന്തായാലും നമ്മുടെ പുള്ളപ്സ് അങ്ങനെ ലാസ്റ്റ് സെറ്റ് നമ്മൾ നോർമലി കാണിക്കാമെന്ന് കരുതി, ഫുള്ള് കാണാൻ വേണ്ടി. ബാക്കിയൊക്കെ നമ്മൾ സ്പീഡ് ഓടിച്ചു വിടുക, ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സെറ്റ് നമ്മൾ ചെയ്ത് പുള്ളപ്സിൽ ഈ ചിന്നപ്പിൽ കുറച്ചുകൂടി ചിന്നപ്പ് ചെയ്യാം. ബട്ട് ഞാൻ എപ്പോഴും ഇതേ റേഞ്ചിൽ തന്നെയാണ് എൻ്റെ ചിന്നപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്രയേ വരുന്നുള്ളൂ. ബട്ട് ചിലവർ നല്ല രീതിയിൽ ചെയ്യാറുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് 20 തീർന്നു. അങ്ങനെ 100 പുള്ളപ്സ് നമ്മൾ ഫിനിഷ് ആക്കി. അങ്ങനെ പുള്ളപ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. അടുത്ത പുഷപ്സിലേക്ക് കിടക്കുക. അങ്ങനെ ഞാൻ, അൻവർ ഷാ, നിതിൻ കോച്ച് ഞങ്ങളെല്ലാവരും കൂടി ചായ കുടിച്ചു. 8:20 ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സിലേക്ക് കടക്കുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സെറ്റ് പുഷപ്സ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ ആൾക്കാർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ കൂടെ നമ്മൾ സൈഡിൽ മാറി എന്നൊക്കെ ചെയ്യുന്നത്, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. പ്ലസ് അത് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ട്രെയിനിങ് എൻ്റെ ക്ലൈൻറ്റ് മേളിലാണ് വർക്കൗട്ട്. മേളിൽ ജിം വർക്കൗട്ടാണ്, താഴെ നമുക്ക് ബോക്സിങ് ഏരിയ ആണ്. അപ്പോൾ ആൾ മേളിലാണ്, ഞാൻ താഴെ ഒരു സമയം കണ്ടെത്തി താഴെ വന്ന് ചെയ്തതാണ്. മേളിലേക്ക് പോവുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്കൻഡ് സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. ഈ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്താണ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത്. നക്കിൾ പുഷപ്സിൻ്റെ കാര്യം വീണ്ടും ഞാൻ പറയുകയാണ്. എൻ്റെ ഫസ്റ്റ് 2 നക്കിളാണ് ലാൻഡ് ആവേണ്ടത് ആക്ച്വലി. ബട്ട് അങ്ങനെ തന്നെ എല്ലാവരും ശീലിക്കുക. ബട്ട് എൻ്റെ നക്കിളിൽ ഞാൻ ബാക്കി പ്രോപ്പറല്ല എൻ്റെ നക്കിൾ ലാൻഡ് വരുന്നത്. ബട്ട് ഞാൻ അങ്ങനെ ശീലിച്ചത് കൊണ്ടാണ് ഇനി അത് തിരുത്താൻ നിൽക്കാത്തത്. എൻ്റെ റിസ്റ്റിന് മറ്റേത് നേരെ 2 നക്കിൾസ് മാത്രം ലാൻഡ് ആകുമ്പോഴത്തേന് ആ ഒരു പെയിനുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെ എന്തായാലും നമ്മൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സ് കഴിഞ്ഞു. സെക്കൻഡ് സെറ്റിലേക്ക് വന്ന് മിക്കപ്പോഴും നക്കിൾ ട്രൈ ചെയ്യും. പിന്നെ നമ്മൾ നക്കിൾ പുഷപ്സ് ചെയ്യുമ്പോൾ അവിടെ മിനുസപ്പെട്ട സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ, പരിവരുത്ത സ്ഥലമാണെങ്കിൽ ഞാൻ നക്കിളിന് വരെ നോർമൽ പുഷപ്സ് തന്നെ ചെയ്യാറുള്ളൂ. എന്തായാലും പുഷപ്സ് നമ്മൾ സെക്കൻഡ് സെറ്റ് ചെയ്യുവാണ്. നക്കിൾ പുഷപ്സ് ചെയ്യുന്നതിന് ഓവറോൾ നമുക്ക് ഏകദേശം ഒരു ഇത് കിട്ടും. എന്നിരുന്നാലും ഇഞ്ചുറി ഒന്നും ആവാതെ നമ്മൾ ചെയ്യണം. കാരണം ചിലവർക്ക് ആ റിസ്റ്റ് വളഞ്ഞു പോകാനൊക്കെ അത് ചാൻസ് കൂടുതലാണ്. പിന്നെ നക്കിളിന് ചെറിയ ഇഞ്ചുറി ആവാൻ ചാൻസ് ഉണ്ട്. ബട്ട് നമ്മളവിടെ ഹോൾഡ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, ഹോൾഡ് ചെയ്ത് പുഷ് ചെയ്യുന്നതേ ഉള്ളൂ പുഷപ്സിന് വേണ്ടി. അല്ലാതെ നമ്മളവിടെ പഞ്ചോ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ വേറെ നക്കിളിട്ട് പഞ്ച് ചെയ്യുന്നതൊക്കെ ഉണ്ട്. ബട്ട് അങ്ങനെയൊന്നും മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം ഇഞ്ചുറി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പിന്നീട് നമുക്ക് തിരുത്താൻ പാടാണ്. പിന്നീട് ആ ഇഞ്ചുറി മാറ്റി നമുക്ക് പിന്നീട് പഴയ ഇതിലോട്ട് വരാൻ കുറേ കഷ്ടപ്പെടേണ്ടി വരും. പ്ലസ് വലിയ ബോക്സേഴ്സൊക്കെ ഉണ്ട്, നക്കിൾ ഇഞ്ചുറി കാരണം അവരുടെ കരിയർ തന്നെ സ്റ്റോപ്പ് ചെയ്തവരുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. എല്ലാം ശ്രദ്ധിച്ച് വേണം, നമ്മൾ എന്ത് വർക്കൗട്ട് ചെയ്താലും ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യാൻ. എന്തായാലും നമ്മളെ സെക്കൻഡ് സെറ്റും കഴിഞ്ഞ് തേർഡ് സെറ്റ് പുഷപ്സും കഴിഞ്ഞു. ഫോർത്ത് സെറ്റ് പുഷപ്സ് ആണ്. അങ്ങനെ നമ്മൾ 4 സെറ്റ് പുഷപ്സ് ചെയ്യുവാണ്.
അത് മറ്റൊരു സൈഡിൽ നിന്നാണ് ചെയ്തത്. അപ്പോൾ ഞാനിത് പറഞ്ഞ കണക്ക് നമ്മുടെ ക്ലയൻറ്റിനെ വർക്കൗട്ട് കൊടുത്ത് മാനേജ് ചെയ്തതിൻ്റെ അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഞാനും വർക്കൗട്ട് ചെയ്യുന്നത്. എന്തായാലും നമ്മൾ 4 സെറ്റ് പുഷപ്സും കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ സ്ഥലം മാറി 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 ചെയ്യുന്നത്. കാരണം ഓരോ സ്ഥലത്ത് അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അടുത്ത സ്ഥലം കിട്ടി അവിടെ ചെയ്യും. മാത്രമല്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ നമ്മൾ അവിടെ എവിടെയും ചെയ്തു എന്ന് കാണാൻ വേണ്ടി. അങ്ങനെ നമ്മൾ 1000 പഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. പഞ്ചസ് എല്ലാം നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് ഓടിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ടൈം മാനേജ്മെൻ്റ് ആണ്. ടൈം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നിങ്ങൾ ഇത്രയും നേരം ഇരുന്ന് കാണാൻ നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അത് ഇതിൻ്റെ ടൈം സ്പീഡ് ആൻഡ് സൗണ്ടും കുറച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റൂ. അല്ലേ നമ്മൾ വർക്കൗട്ട് എങ്ങനെ പോയാലും 1 hour വർക്കൗട്ടായിരിക്കും. ഇത് ഇത്രയും വർക്കൗട്ട് ഒരുമിച്ച് വേണമെങ്കിൽ 1 hour എടുക്കും. ആ 1 hourൽ ഇത്രയും ആൾക്കാർക്ക് ടൈം കൊടുക്കാൻ ടൈമാണല്ലോ എല്ലാത്തിലും വലുത് ടൈമാണ്. ടൈം നമുക്ക് തിരിച്ച് മേടിക്കാൻ പറ്റില്ല. സോ ടൈം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇതൊരു 10 minutesനകത്താണ് നമ്മുടെ വർക്കൗട്ട്സ് എല്ലാം ആഡ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങളും മാക്സിമം ഞാൻ ഈ വർക്കൗട്ട്സ് ചെയ്യുന്നതെന്ന് കാണാൻ വേണ്ടിയാണ് മുഴുവനായിട്ട് യൂട്യൂബ് ഇടുന്നതും. പ്ലസ് നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ആകാൻ പറ്റിയാൽ എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ തോന്നുന്നു. കാരണം കുറച്ച് പേരെങ്ങനെ നമ്മുടെ അടുത്ത് പേഴ്സണലി മെസ്സേജ് ഇടുന്നുണ്ട്, സനി ബ്രോ നല്ല മോട്ടിവേഷനായിട്ട് തോന്നുന്നുണ്ട്, നമുക്ക് ഇൻസ്പിറേഷൻ ആവുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വലിയ സന്തോഷം. കാരണം നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരു മോട്ടിവേഷനായി തോന്നിയാൽ അത് വലിയ കാര്യമായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ഞാനും കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാനെന്നല്ല, എല്ലാവരും ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അത്രയും സ്ട്രഗിളിൻ്റെ ഇടയിൽ ആരെങ്കിലും ഒരു മോട്ടിവേഷൻ തരിക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരാളാവാൻ സാധിക്കുന്നതിൽ എനിക്ക് വലിയ ഭാഗ്യം, വലിയ സന്തോഷമാണ്. ഒരാളെ നമ്മൾ കാരണം അയാൾക്കൊരു മോട്ടിവേഷൻ ആവുക എന്ന് കേൾക്കുന്നത് തന്നെ അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതിപ്പം എന്തായാലും ഞാൻ അതുകൊണ്ട് തന്നെ കുറച്ച് മോട്ടിവേഷൻസ് ആഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഞാനും കുറേ സ്ട്രഗിൾ അനുഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കും ഇതിൽ നിന്നൊക്കെ ലൈഫിൽ നിന്ന് കിട്ടിയ പാഠങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. അപ്പം കുറേ എല്ലാവർക്കും മോട്ടിവേറ്റ് ആകുമെന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഈ 1000 പഞ്ചസ് സ്പീഡിൽ തന്നെ ചെയ്യുവാണ്. അപ്പോൾ പതുക്കെ നമുക്ക് ബോക്സിങ് വർക്കൗട്ട്സ് നല്ലോണം ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം കോമ്പറ്റീഷൻ ഇപ്പോൾ ഒരു 2-3 monthsനുള്ളിൽ കോമ്പറ്റീഷൻ വരും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ സെപ്പറേറ്റ് ബോക്സിങ് വർക്കൗട്ട് ശരിക്കും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് നമ്മുടെ മസിൽ എൻഡുറൻസ്, ഷോൾഡർ കുറച്ച് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്ന വർക്കൗട്ട്സ് എല്ലാം. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കൂടി വർക്കൗട്ട്സ് ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ കോമ്പറ്റീഷന് വേണ്ടിയുള്ള വർക്കൗട്ട്സ്. അപ്പോൾ അത് സെപ്പറേറ്റ് നമ്മൾ ചെയ്യും. ഇത് ചലഞ്ചിൻ്റെ വഴി കൂടി നമ്മൾ ചെയ്ത് തീർക്കും. ബട്ട് നമ്മുടെ വർക്കൗട്ട്സ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യും. വർക്കൗട്ട്സ് ചെയ്യാതെ നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഞാൻ വർക്കൗട്ടൊന്നും ഇല്ലാതെയും കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ റിസൾട്ട് വളരെ നെഗറ്റീവായിരിക്കും. അപ്പം ഇത്തവണ പക്ഷേ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം കുറേ ആൾക്കാർ നമ്മളെ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ റിസൾട്ട് നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്തായാലും ഈ വർഷം വർക്കൗട്ട് ചെയ്തിട്ട് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇപ്പോൾ ഒരു പടിയാണിത്. അതിന് മുന്നോടിയായിട്ടുള്ളൊരു വർക്കൗട്ട് പടിയാണ്. പടി മീൻസ് അതിന് മുന്നോടിയായിട്ടുള്ളൊരു തീമാണ്. നമ്മൾ ഈ മസിൽ എൻഡുറൻസ്, സ്ട്രെങ്ത്തും എൻഡുറൻസും എല്ലാം നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ നമുക്ക് എജിലിറ്റി വർക്കൗട്ട്, ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ട്സ്, കാര്യങ്ങളൊക്കെ പാർട്ണർ ട്രെയിനിങ് ആയാലും സ്പാറിങ് ആയാലും കാര്യങ്ങളൊക്കെ കുറേ ആഡ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ചെയ്യാം. എന്തായാലും ഞാൻ വർക്കൗട്ട് ചെയ്യും ഇത്തവണ. നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് നല്ല പെർഫോം ചെയ്യണം എന്നാണ് എൻ്റെ മെയിൻ. കാരണം നോർമലി ഞാൻ വർക്കൗട്ടൊന്നും ഇല്ലാതെയൊക്കെ പോയി ഇറങ്ങും. അത് എനിക്ക് ഇടി കൊള്ളാൻ ഭയങ്കര ആഗ്രഹമാണ്. മീൻസ് വർക്കൗട്ടൊന്നും ഇല്ലെങ്കിലും കോമ്പറ്റീഷൻ അറ്റൻഡ് ചെയ്യുക എന്നുള്ളൊരു സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. പക്ഷേ ഇത്തവണ പ്രാക്ടീസ് ഇല്ലാതെ ഇറങ്ങാൻ എനിക്കൊരു മടിയുണ്ട്. സോ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ഇറങ്ങുന്നുള്ളതെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും കൂടെ ഉണ്ടാവില്ല. നമുക്കപ്പോൾ എല്ലാവരുടെയും ജീവിതം ഒരേ കണക്കല്ല. എല്ലാവരും പല പല ലൈഫ് സാഹചര്യങ്ങളിലാണ് വരുന്നത്. അവനവൻ്റെ പാഷൻ്റെ പുറകെ പോവുക, അവനവൻ്റെ ആഗ്രഹങ്ങൾ നടത്തുക. ഇപ്പോൾ നടന്നില്ല പിന്നെ എപ്പോൾ നടക്കാനാണ്? അപ്പോൾ കാര്യങ്ങൾ നടത്തുക. അപ്പുറത്തെ തകർത്ത് വർക്കൗട്ട് കിടക്കുക. എന്താ തകർത്ത് വർക്കൗട്ട് കിടക്കുക അവിടെ. ഇതാണ് ഹാർഡ് വർക്ക്. സോ ഹാർഡ് വർക്ക് ചെയ്യുക, സ്റ്റേ ഫിറ്റ്. 50 burpees. ഇതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇത് കണക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റട്ടെ, നല്ല രീതിയിലുള്ള റിസൾട്ടുകൾ കിട്ടട്ടെ. അവരൊക്കെ എന്തിനു വേണ്ടി, നമ്മൾ ബോക്സിംഗ് എങ്കിൽ ബോക്സിങ് ഓക്കെ, അല്ലെങ്കിൽ ഫിറ്റ്നസ്സിൽ
അല്ലാന്നുണ്ടെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു ഗെയിം പുതിയ എന്തെങ്കിലും ഒരു ഇതിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ജോലിപരമായിട്ട് ഇപ്പോൾ പഠിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതിലാണ് റിസൾട്ട് കിട്ടുന്നത്. ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന ചിലപ്പോൾ വേറൊരു സാധനമായിരിക്കും. പക്ഷെ അതിൽ കിട്ടിയില്ലെങ്കിൽ അതിനപ്പുറത്തോട്ടോ അല്ലെങ്കിൽ അതിന് മേളിലോട്ടോ നമുക്കൊരു സാധനം ദൈവം തരും. അതാണ് നമ്മൾ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്. ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു റിസൾട്ടൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞ് വിഷമിക്കരുത്. ക്ലോസിങ് ടൈമായി. ലാസ്റ്റ് 100 പുഷപ്സ് ഉണ്ട്. അവിടെ നമുക്ക് തീർക്കാം. അതിനുള്ള റിസൾട്ട് നമുക്ക് എന്തായാലും വന്നിരിക്കും. എന്തായാലും റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ബർപ്പീസ് 50 നമ്മൾ ചെയ്ത് തീർത്തു. ദെൻ നമ്മുടെ ലാസ്റ്റ് 100 പുഷപ്സാണ്. അത് നമ്മൾ സ്പീഡിൽ തന്നെ ചെയ്തു. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. പ്രോപ്പറായിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കണക്ക് സ്ട്രെച്ചിങ്ങും ലൂസനിങ്ങും ചെയ്തതിന് ശേഷം വേണം നല്ല പ്രോപ്പർ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് മെയിനാണ്. അതിൻ്റെ കൂടെ നല്ല ആഹാരം കഴിക്കുക. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ആഹാരം തന്നെ കഴിക്കുക. കിട്ടുന്നതൊക്കെ കഴിക്കുക, മാക്സിമം കഴിക്കുക. പ്ലസ് വെയിറ്റ് കുറയ്ക്കാനുള്ളൊരു നല്ല ഡയറ്റും ഫോളോ ചെയ്യുക. അങ്ങനെ നമ്മൾ 9 മണിക്കുള്ളിൽ നമ്മൾ ഫിനിഷ് ചെയ്ത് സ്റ്റേ ഫിറ്റ്.